നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ ഇൻകേപ്പബിൾ ആയിട്ടുള്ളവരെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു മൈനർ എന്ന് പറയുന്നത്. മൈനറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് വണ്ണാണ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. അതായത് ഇവരും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ ഇൻകേപ്പബിൾ ആണ്. എന്താണ് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്നുള്ളത് നോക്കാം. അതിനു മുൻപ് എന്താണ് സൗണ്ട് മൈൻഡ്? ഒരു കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് അതിലെ ടേംസും കണ്ടീഷൻസും മനസ്സിലാക്കി അതിനെ റാഷണലി ജഡ്ജ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവരാണ് സൗണ്ട് മൈൻഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അതായത് ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആ കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ കോൺട്രാക്റ്റിലെ ടേംസും കണ്ടീഷൻസും മനസ്സിലാക്കാൻ കഴിയണം. അതായത് ആ കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് എന്ത് ചെയ്യണം? ആ കോൺട്രാക്റ്റിലെ ടേംസും കണ്ടീഷൻസും മനസ്സിലാക്കാൻ കഴിയണം. അതിനെ ആ സമയത്ത് തന്നെ റാഷണലി ജഡ്ജ് ചെയ്യാനും കഴിയണം. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ആ കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് സൗണ്ട് മൈൻഡ് ആണെന്ന് പറയുന്നത്. ഇനി ഇതിന് കഴിയാത്തവരെ, അതായത് ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിലെ ടേംസും കണ്ടീഷൻസും മനസ്സിലാക്കാനും അതിനെ റാഷണലി ജഡ്ജ് ചെയ്യാനും കഴിയാത്തവരെയാണ് നമ്മൾ അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. A person is said to be sound mind for the purpose of making a contract if at the time when he makes it he is capable of understanding it and of forming a rational judgment so its effect upon his interest. Thus, if a person is not capable of both, he is said to have suffered from unsoundness of mind. Section 11 of Act also specifically declares that persons of unsound mind are incompetent to enter into an agreement. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 11 പറയുന്നുണ്ട് ഈ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ ഇൻകേപ്പബിൾ ആണ്. അതായത് അവർക്ക് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാനുള്ള കോമ്പീറ്റൻസി ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഏതൊക്കെ പേഴ്സൺ ആണ് അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള പേഴ്സൺസിൽ വരുന്നതാണ് ഇഡിയറ്റ്സ്, ലുനാറ്റിക്സ്, ഡ്രങ്കൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺസ് ഒക്കെ അൺസൗണ്ട് മൈൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം ഇഡിയറ്റ് എന്താണ്? ഇഡിയറ്റ് എന്നുള്ളത് നോക്കാം. An idiot is a person who has completely lost his mental faculties of thinking for rational judgment. All agreement other than those who necessaries of life with idiots are absolutely void. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കാനും തിങ്ക് ചെയ്യാനും ഒക്കെ ഇൻകേപ്പബിൾ ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഇഡിയറ്റ് എന്ന് പറയുക. അതായത് ലാക്ക് ഓഫ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കാരണം ഒരു കാര്യം മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിനെ ജഡ്ജ് ചെയ്യാനും ഇൻകേപ്പബിൾ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഇഡിയറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഇഡിയറ്റുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് ഇഡിയറ്റുമായി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റ് വോയിഡ് ആയിരിക്കും. അതായത് അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടാവില്ല. നെസസിറ്റീവ്സ് ഓഫ് ലൈഫ് ഒഴികെയുള്ള ബാക്കി എല്ലാ എഗ്രിമെൻറ്റും ഇഡിയറ്റ്സുമായിട്ട് മേക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ എഗ്രിമെൻറ്റിനൊന്നും തന്നെ ലീഗൽ വാലിഡിറ്റി ഉണ്ടാവില്ല. ഇഡിയറ്റിൻ്റെ ഇഡിക്വസി എന്ന് പറയുന്നത് ഇൻക്യൂറബിൾ ആണ്. അതുകൊണ്ടാണ് ഇഡിയറ്റുമായിട്ട് ഒരിക്കലും എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ കഴിയില്ല എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലുനാറ്റിക്. ലുനാറ്റിക് ഈസ് എ പേഴ്സൺ ഹൂ ഈസ് കംപ്ലീറ്റ്ലി deranged or disordered due to some mental strain or other personal experience but who has some ലൂസിഡ് ഇൻ്റർവെൽ ഓഫ് സൗണ്ട് മൈൻഡ്. ലുനാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പ്രത്യേക കാരണം കൊണ്ട് അവർക്ക് ആ ഒരു സമയത്തില്ലേ അവർക്ക് മെൻ്റൽ സ്ട്രെയിന് കാരണം അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസോ ഒക്കെ ആ സമയത്ത് അവർക്ക് മെൻ്റലി ഡിസോർഡേർഡായി കഴിയുന്ന ആളുകളായിരിക്കും. അവരെയാണ് നമ്മൾ ലുനാറ്റിക് എന്ന് പറയുക. പക്ഷേ ചില സമയത്ത് അവർ നോർമലുമായിരിക്കും. അതായത് ചില സമയത്ത് അവർ ലുനാറ്റിക് ആയിരിക്കും, ചില സമയത്ത് നോർമൽ ആവുന്ന ആളുകളാണ് ലുനാറ്റിക്സിൽ വരുന്നത്. ലുനാറ്റിക്കുമായിട്ട് നോർമലി, അതായത് അവർക്ക് നോർമൽ ആവുന്ന സമയത്ത് നമ്മളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ എഗ്രിമെൻറ്റ് വാലിഡ് ആയിരിക്കും. അല്ലാത്ത സമയത്ത് ലുനാറ്റിക് പീരീഡിൽ അവരുടെ മെൻ്റൽ കപ്പാസിറ്റിയൊക്കെ ഡിസോർഡറായി കിടക്കുന്ന സമയത്ത് നമ്മളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റിനും വാലിഡിറ്റി ഉണ്ടാവില്ല, അതും വോയിഡ് ആയിരിക്കും. ഇനി ഡ്രങ്കൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ.
An agreement made with a person under the influence of drinks and drugs are void. They are treated similar to agreement with a lunatic. അതായത് നമ്മൾ ഒരാൾ ഡ്രങ്കണായിരിക്കുന്ന സമയത്ത്, അതായത് മദ്യപിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മയക്കുമരുന്ന് യൂസ് ചെയ്യുന്ന സമയത്തോ ആ സമയത്ത് ഒരു പേഴ്സണുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് മേക്ക് ചെയ്യുകയാണെങ്കിൽ ആ എഗ്രിമെൻറ്റിന് വാലിഡിറ്റി ഉണ്ടാവില്ല, അത് വോയിഡ് ആയിരിക്കും. കാരണം ആ സമയത്ത് അവർക്ക് ആ കോൺട്രാക്റ്റിലെ ടേംസും കണ്ടീഷൻസും ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവില്ല. സോ അല്ലാത്ത സമയത്ത്, അതായത് മദ്യപിക്കാത്ത അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത സമയത്ത് മേക്ക് ചെയ്യുന്ന എഗ്രിമെൻറ്റ് മാത്രമേ എന്തുള്ളൂ അവരുടെ കേസിലൊക്കെ വാലിഡ് ആവുള്ളൂ. പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ. നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ ഇൻകേപ്പബിൾ ആയിട്ടുള്ളവരെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു മൈനറുമായിട്ട് റിലേറ്റ് ചെയ്ത റൂൾസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് വൺ ആയിരുന്നു പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി തേർഡ് വരുന്നതാണ് പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ, അതായത് നിയമം ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന പേഴ്സൺസ്. അത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് അലൈൻ എനിമി. അലൈൻ മീൻസ് എ പേഴ്സൺ ഹു ഇസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. During the continuance of war with the country to which alien belongs, he becomes an alien enemy. In that situation, he can neither contract with an Indian subject nor can file a suit in Indian court. He can do so only after obtaining the permission of the central government. Contract made before war may either be suspended or dissolved. They are dissolved if found to be against public policy or of benefit to the enemy. ഒരു ഫോറിൻ പേഴ്സണെയാണ് നമ്മൾ അലൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെ കൺട്രീനെ സംബന്ധിച്ച് ഫോറിനർ ആയിട്ടുള്ള ഒരാളാണ് അലൈൻ എന്ന് പറയുന്നത്. ഈ ഫോറിനർ വേണമെങ്കിൽ നമുക്കൊരു ഫ്രണ്ട് ആകാം, അതല്ലെങ്കിൽ ഒരു എനിമിയും ആകാം. അലൈൻ ഫ്രണ്ടും ഉണ്ട്, അതുപോലെ തന്നെ അലൈൻ എനിമിയുമുണ്ട്. നമ്മളും ആ അലൈനുമായിട്ട് നമ്മുടെ രാജ്യവും അലൈൻ്റെ കൺട്രിയുമായിട്ട് സമാധാനത്തിലിരിക്കുന്ന സമയത്താണെങ്കിൽ അവയെ നമ്മൾ അലൈൻ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇനി രണ്ട് കൺട്രീസും തമ്മിൽ എന്തെങ്കിലും യുദ്ധം വരികയാണെങ്കിൽ ആ സമയത്ത് ഈ അലൈൻ ഫ്രണ്ട് ബിക്കംസ് എൻ അലൈൻ എനിമി. അങ്ങനെയുള്ള ഈ അലൈൻ കൺട്രി, അതായത് നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇന്ത്യയും പാകിസ്ഥാനും പീസിലിരിക്കുന്ന സമയത്ത്, സമാധാനത്തിലിരിക്കുന്ന സമയത്താണെങ്കിൽ അവർ നമ്മുടെ അലൈൻ ഫ്രണ്ടാണ്. ആ സമയം നമുക്ക് അവരുമായിട്ടൊക്കെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും ഒരു വാറ് വരികയാണെങ്കിൽ നമ്മൾ ഈ സമാധാനത്തിലിരിക്കുന്ന സമയത്ത് എൻ്റർ ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റുകളൊക്കെ വോയിഡ് ആവും, അതായത് അതിൻ്റെ ലീഗാലിറ്റി ഒക്കെ നഷ്ടപ്പെടും. ആ സമയത്ത് നമുക്ക് വാറിൻ്റെ സമയത്ത് നമുക്ക് ഈ ഫോറിൻ കൺട്രിയുമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. Insolvent. When a person is declared as an insolvent, his property vests in official receiver or assignee, and insolvent is deprived of his power to deal with the property and be sued on his behalf. ഇൻസോൾവെൻ്റ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ പാപ്പരാവുന്നതിനാണ് നമ്മൾ ഇൻസോൾവെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് അയാളുടെ ലയബിലിറ്റി ഒന്നും ഡിസ്ചാർജ് ചെയ്യാനുള്ള അസറ്റ് ഇല്ലാതിരിക്കുക, അതായത് ലയബിലിറ്റി ഒന്നും ഡിസ്ചാർജ് ചെയ്യാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത ആളെയാണ് നമ്മൾ ഇൻസോൾവെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ലയബിലിറ്റി ഒന്നും ഡിസ്ചാർജ് ചെയ്യാൻ കേപ്പബിലിറ്റി ഇല്ലാതെ ആവുന്ന സമയത്ത് കോടതി അയാളെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കും, അതായത് ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കും. ഇങ്ങനെ ഇൻസോൾവെൻ്റ് ആയിട്ട് ഒരാളെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നീട് അയാൾക്ക് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കില്ല. Next, foreign sovereigns, their diplomatic staff and accredited representatives of foreign states. Such persons can enter into valid contract and can enforce them in Indian court. However, a suit cannot be filed against them in Indian court without the prior sanction of central government. ഫോറിൻ സൊവേറിയൻസിനും ഡിപ്ലോമാറ്റിക് സ്റ്റാഫിനും അതുപോലെ തന്നെ ഫോറിൻ സ്റ്റേറ്റിലെ അക്രഡിറ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിനും എല്ലാം തന്നെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. അവരുമായിട്ട് എൻ്റർ ചെയ്യുന്ന കോൺട്രാക്ട്സിനൊക്കെ വാലിഡിറ്റി ഉണ്ടാവും. പക്ഷെ അവർക്കെതിരെ നമുക്കൊരു സ്യൂട്ട് ഫയൽ ചെയ്യണമെങ്കിൽ അതിന് മുൻപ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രയർ സാങ്ഷൻ വാങ്ങണം. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്കെതിരെ ഇന്ത്യൻ കോർട്ടിലൊരു സ്യൂട്ട് ഫയൽ ചെയ്യാൻ കഴിയുള്ളൂ. നെക്സ്റ്റ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് കോർപ്പറേഷൻസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ സ്പെഷ്യൽ ആക്ട്. A corporation or a company being an artificial person and having separate legal entity
can hold property, can purchase or sell property, and can sue or sued in court of law. But it cannot enter into contract which are strictly of personal nature. ഒരു ജോയിൻറ്റ്സോ കമ്പനിക്കോ കോർപ്പറേഷൻസിനോ ഒക്കെ പ്രോപ്പർട്ടി വാങ്ങാനും വിൽക്കാനും ഒക്കെയുള്ള റൈറ്റ് ഉണ്ട്. അവർ നമ്മൾ കമ്പനീനെ അല്ലെങ്കിൽ കോർപ്പറേഷൻസിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഒരു കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നുള്ളത്. അവർക്ക് അസറ്റ് വാങ്ങാനും വിൽക്കാനും കഴിയുകയും ചെയ്യും. പക്ഷെ അവർക്ക് പേഴ്സണൽ നാച്ചറിലുള്ള കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ കഴിയില്ല. അതായത് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ കോർപ്പറേഷന് പേഴ്സണൽ നാച്ചറിലുള്ള കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ കഴിയില്ല. ഫെലോൺസ് ഓർ കോൺവിക്ട്സ്. ഒരു കോൺവിക്റ്റിന് അയാൾ ഇംപ്രിസൺമെൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. ആ പീരീഡ് കഴിഞ്ഞാൽ അയാൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഉണ്ടാവും. ഇംപ്രിസൺമെൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് അയാൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവില്ല. എ കോൺവിക്റ്റ് cannot enter into a contract while he is undergoing imprisonment. The inability to come to an end on the expiration of the period of imprisonment or if he has been pardoned. ഇത്രയുമാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ ഇൻകേപ്പബിൾ ആയിട്ടുള്ള ആളുകളിൽ വരുന്നത്.